നമസ്കാരം. തിരുവനന്തപുരം മേയർ വി.പി. രാജേഷും സി.പി.എമ്മും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. സി.പി.എം അദ്ദേഹത്തിനെതിരെ നിരന്തര പ്രതിഷേധങ്ങളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി കോർപ്പറേഷൻ ഭരിച്ചിരുന്ന സി.പി.എം കോർപ്പറേഷന് കീഴിലുള്ള പല സ്വത്തുക്കളും കല്യാണ മണ്ഡപങ്ങളും കുറഞ്ഞ വിലയ്ക്ക് കൈവശപ്പെടുത്തി വലിയ ലാഭമുണ്ടാക്കിയിരുന്നുവെന്ന് മേയർ ആരോപിക്കുന്നു. ഇതിലൂടെ പാർട്ടിക്കുണ്ടായിരുന്ന വലിയൊരു വരുമാന സ്രോതസ്സ് പുതിയ ഭരണസമിതി ഇല്ലാതാക്കി. കല്യാണ മണ്ഡപങ്ങൾ തിരിച്ചുപിടിച്ചു. കരാർ കാലാവധി കഴിഞ്ഞിട്ടും കോർപ്പറേഷൻ ഒരു രൂപ പോലും നൽകാതെ സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിരുന്ന കമലേശ്വരത്തെയും മുടവൻമുകുളത്തെയും കല്യാണ മണ്ഡപങ്ങൾ മേയറുടെ നേതൃത്വത്തിൽ തിരിച്ചുപിടിച്ച് പൂട്ടി താക്കോൽ കോർപ്പറേഷൻ ഏറ്റെടുത്തു. കോർപ്പറേഷൻ കടകളിലൂടെ പുനർലോകം കോർപ്പറേഷന്റെ കീഴിലുള്ള 973 ഓളം കടകളിൽ പലതും കൃത്യമായ കണക്കുകളില്ലാതെയും തുച്ഛമായ വാടക നൽകിയും വർഷങ്ങളായി ചിലർ കൈവശം വെച്ചിരിക്കുന്നു. ഇവയെല്ലാം കൃത്യമായി പരിശോധിച്ച് പുനർലോകം ചെയ്യാനുള്ള നടപടികളുമായി ഭരണസമിതി മുന്നോട്ടു പോകുന്നു. വിഴിഞ്ഞകത്തെ ഒരു ഹൗസിംഗ് പ്രൊജക്ടിൽ നടന്ന അഴിമതിയെക്കുറിച്ചും സ്മാർട്ട് സിറ്റി പദ്ധതികളിലെ ക്രമക്കേടുകളെക്കുറിച്ചും ഫോറൻസിക് ഓഡിറ്റ് ഉൾപ്പെടെയുള്ള വിശദീകരണമായ അന്വേഷണം നടത്താൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.